ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഹോർലിക്സ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി. ഇത് ചെയ്തെടുക്കാനായിട്ട് കോൺഫ്ലോറോ ജലാറ്റിനോ അഗറഗറോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. മൈദ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം ഒരു പാൻ എടുക്കുക. അതിലേക്ക് 2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അങ്ങനെ ആകെ മൊത്തം 500 ml അളവിൽ പാല് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പം പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഹോർലിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഹോർലിക്സ് ഇതാ ഈ ഒരു ഹോർലിക്സാണ് എടുത്തിട്ടുള്ളത്. റോയൽ കേസർ ബദാം എന്ന് പറഞ്ഞ ഹോർലിക്സ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടുന്ന സാധാ നോർമൽ ആയിട്ടുള്ള ഹോർലിക്സ് എടുക്കാം. ഏതെടുക്കുകയാണെങ്കിലും 1/2 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് ആ ഹോർലിക്സിൻ്റെ ഫ്ലേവർ അങ്ങോട്ട് മുന്നിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഹോർലിക്സ് തന്നെ കിഡിലൻ ടേസ്റ്റാണ്. ഇതിൻ്റെ റേറ്റ് 290 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഈ ടൈപ്പ് ഹോർലിക്സ് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മാത്രമല്ല ഇത് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിഡിലൻ പുഡിങ്ങും ചെയ്തെടുക്കാവുന്നതാണ്. പുഡിങ് മാത്രമല്ല കുറേ റെസിപ്പീസ് നമുക്കിത് വെച്ച് ചെയ്തെടുക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു ഹോർലിക്സ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഓരോ റെസിപ്പീസും. അപ്പോൾ ഹോർലിക്സും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ പാലൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അധികം മധുരം വേണ്ടാത്തവർക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കണമെന്നില്ല. കാരണം ഹോർലിക്സിലും അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പം മധുരം നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കോൺഫ്ലോർ ഉള്ളവർ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതില്ലാത്തവർക്കാണ് മൈദ ഞാൻ ചെയ്തിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. ആ മൈദയിലേക്ക് നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്തിട്ട് നല്ല കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ നേരിട്ടിട്ട് മൈദ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആകെ കട്ട പിടിച്ച് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ മൈദ നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് മൈദയും പാലും നന്നായിട്ട് കട്ടകളില്ലാത്ത രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ പാലിൻ്റെ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. അപ്പോൾ നമ്മുടെ മൈദ കുക്കായി വരുമില്ല. മാത്രമല്ല ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. നന്നായിട്ട് തിക്കായി വരുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും ഇത് തിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾ 10 മിനിറ്റ് ആയിട്ടും ഇത് തിക്കായി വന്നിട്ടില്ല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ കൂടി ഇതേപോലെ മൈദ പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്നെക്കാളും കൂടുതൽ അളവിൽ പാലൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തിക്കായി വരില്ല, ഈ ഒരു അളവിൽ മൈദ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടും തിക്കായിട്ട് വന്നിട്ടില്ല എന്ന് കണ്ടാൽ നിങ്ങൾ വീണ്ടും മൈദ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും പിന്നെയും തിക്കായിട്ട് വരും. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ബാറ്റർ ഇവിടെ തിക്കായി വരുന്നത് നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നാൽ മതി. അപ്പോഴേക്കും നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇതിന് മുമ്പ് കോഫി പുഡിങ് ഒക്കെ ചെയ്തെടുത്തില്ലേ, അതേപോലെയല്ല നല്ല ക്രീമി ആയിട്ട് നമുക്കിങ്ങനെ കോരി കഴിക്കാൻ പാകത്തിനാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ കോൺഫ്ലോറിൻ്റെയോ അല്ലെങ്കിൽ മൈദേൻ്റെയോ അളവ് നിങ്ങൾ കൂട്ടിയെടുത്താൽ നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് ഇത്രയും മതി. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആരോറൂട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഏത് പാത്രമാണോ സെറ്റ് ചെയ്യാൻ എടുക്കുന്നത് അതിൻ്റെ താഴെ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ
പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ കോരി കഴിക്കാൻ വിധത്തിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആരോറൂട്ട് ബിസ്ക്കറ്റ് ഞാൻ ഇതുപോലെ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പുഡിങ് കഴിക്കുമ്പോൾ ചെറുതായിട്ടൊരു ക്രഞ്ചിനെസ് ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബിസ്ക്കറ്റ് ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഹോർലിക്സിൻ്റെ മിക്സ് ഇല്ലേ, നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ്, അതും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചൂടൊക്കെ മുഴുവനായിട്ട് മാറിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ ശരി, ഇനി ഒരു 2-3 മണിക്കൂറിന് ശേഷം നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതേ ഒരു 3 മണിക്കൂറിന് ശേഷം പുഡിങ് ഇവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഡെക്കറേഷനായിട്ട് കുറച്ച് ആൽമണ്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഹോർലിക്സിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ് ചെയ്തെടുക്കാനായിട്ട്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. താങ്ക്